യേശുവിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടു വായിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് പുതിയൊരു ദിവസം തുടങ്ങുവാൻ നമ്മൾക്ക് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 2-ാം തിരുവചനം. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുവിറുക്കുന്നു. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മളും ദൈവവുമായിട്ടുള്ള അകലം എത്രയുണ്ടെന്ന് സ്വയം ആലോചിക്കേണ്ട സമയമായി. ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകന്നിരിക്കുന്നു. അതിന് കാരണങ്ങൾ എന്താണെന്നാണ് വചനത്തിലൂടെ ദൈവം നമ്മളോട് പറയുന്നത്. അകന്നു പോയതിൻ്റെ ഇരട്ടി വേഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ നമ്മുടെ രക്ഷയ്ക്ക് തടസ്സങ്ങൾ നിൽക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും നിങ്ങളുടെ മേൽ സമൃദ്ധമായിട്ട് ഇന്നത്തെ ദിവസം കർത്താവ് ചൊരിയട്ടെ. ദൈവസന്നിധിയിലേക്ക് എത്രയും വേഗം ആത്മാർത്ഥതയോടെ തിരിച്ചു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ രക്ഷയ്ക്ക് തടസ്സമായിട്ടുള്ളതെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടകലുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.